അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഉമ്മുൽ ഖൈറിന് സമാധാനമില്ലാത്ത രാത്രിയായിരുന്നു. അത് തൻ്റെ ഭർത്താവ് പെണ്ണ് കാണാൻ പോയി വന്നിരിക്കുന്നു. അദ്ദേഹം നല്ല ഹാപ്പിയിലാണ്. ഇന്നു മുതൽ തന്നെ അദ്ദേഹത്തിന് എന്നോട് ഒരു അവോയ്ഡ്നെസ് ഉണ്ട്. ശരിക്കും അവൾ അത് ഓർത്തു. ഉമ്മുൽ ഖൈർ അദ്ദേഹം ദേഷ്യത്തോടെ വിളിച്ചു. അതെ, പിന്നെ ഒരാഴ്ചക്കുള്ളിലായിട്ട് നിൻ്റെ റൂം ഇവിടെ നിന്ന് മാറണം. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അർബാ, അതെ, നിനക്ക് ഇനി ഈ റൂമിലല്ല സ്ഥാനം. നിൻ്റെ സ്ഥാനം ആ റൂമിലായിരിക്കും. എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ വിഷമിക്കണ്ട, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എനിക്ക് നീയും അവളും ഒരുപോലെ ആയിരിക്കും. എനിക്കെന്ന് വെച്ചാൽ നിന്നൊരിക്കലും വിഷമിപ്പിക്കാൻ വേണ്ടി ഒഴിവാക്കുകയൊന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ ഭാര്യമാരായിട്ട് നിർത്തും രണ്ടുപേരെയും. എന്താ? അവൾക്കത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ആദ്യമൊക്കെ തമാശയിൽ പറഞ്ഞു, പക്ഷേ ഇത് കാര്യമാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഹംദ എന്ന് പറഞ്ഞ ആ കുട്ടി, അവൾ എന്നോട് തുറന്നു പറഞ്ഞു, എനിക്ക് അജ്മൽ എന്നൊരാൾ ഇഷ്ടമുണ്ട്, എന്നെ രക്ഷിക്കണം, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ സഹായിക്കണം. പക്ഷേ അപ്പോഴൊന്നും അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു തോന്നുന്നു എൻ്റെ ഭർത്താവ് അവളെ പെണ്ണ് കാണാൻ പോയതാണെന്ന്. എന്തായാലും വേണ്ടില്ല, ഒരിക്കൽ കൂടി അവളോടൊന്ന് സംസാരിക്കണം എനിക്ക്. എന്നാൽ ഈ സമയം ആ വലിയ കൊട്ടാരത്തിൽ അദ്ദേഹം ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആഹ്, ഹംദ എന്ത് സുന്ദരിയായ പെണ്ണ്. ഉമ്മുൽ ഖൈർ, ആ അർബ, ഹംദ എന്ത് സുന്ദരിയാണല്ലേ. ഒരു ഇളം പൈതല്. സത്യം പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികളെ കാണുമ്പോൾ മനസ്സൊക്കൊരു ആഗ്രഹമാണ് ഒന്ന് കെട്ടിയാലോ എന്ന്. എന്തായാലും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതിനേക്കാൾ സുന്ദരിയായൊരു പെണ്ണിനെയാണ് എനിക്ക് കിട്ടിയത് അല്ലേ. ഉമ്മുൽ ഖൈർ ഒരു നിമിഷം സങ്കടപ്പെട്ടു. അർബ, അവൾ ചെറിയ കുട്ടിയാണ്. അവൾക്ക് നിങ്ങളുടെ മകളുടെ പ്രായമേ ഉള്ളൂ, അത് നിങ്ങൾ മറക്കരുത്. ഓഹോ, അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. 60-70 വയസ്സുള്ള കിളവന്മാർ വരെ 10-15 വയസ്സുള്ള കുട്ടികളെ കെട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ടിപ്പോൾ എന്താ അവർക്ക് പറ്റിയത്? മക്കളുണ്ടാവുന്നില്ലേ? ആണുങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. പെണ്ണുങ്ങൾ കിളവികളായാണ് പ്രശ്നം. ആണുങ്ങൾ കിളവന്മാരാകുന്നില്ല. അവർക്ക് ആരോഗ്യം കൂടിക്കൂടി വരികയായിരിക്കും. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉമ്മുൽ ഖൈറിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ രാത്രിയിൽ അറബി സന്തോഷത്തോടെ ഉറങ്ങുകയാണ്. ഓഹ്, തൻ്റെ ജീവിതത്തിലേക്ക് ഒരു സുന്ദരി പെണ്ണ് കൂടി കടന്നു വരുന്നു എന്നുള്ള സന്തോഷം കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എന്നാൽ പാവം ഉമ്മുൽ ഖൈർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മുൽ ഖൈർ, നീ മനുഷ്യനെ ഇടങ്ങാറാക്കരുത്, ബുദ്ധിമുട്ടാക്കരുത്. നിനക്ക് ഇന്ന് തന്നെ റൂം മാറണമെങ്കിൽ മാറാം, ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു വെക്കുന്നില്ല. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൾ വിതുമ്പിപ്പോയി. എത്രമാത്രം സ്നേഹമുള്ള മനുഷ്യനായിരുന്നു ഖൈർ. നിന്നെ ഒരിക്കലും ഞാൻ വേർപിരിയില്ല പെണ്ണെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. എന്ത് ഭംഗിയായിട്ട് നിന്നെ കാണാൻ. ആ പറഞ്ഞ നാവ് കൊണ്ട് ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ? ആ റൂമിലേക്ക് വേണമെങ്കിൽ പോയി കിടന്നോ, നീ എൻ്റെ കൂടെ കിടക്കണമെന്നില്ല. എന്തൊക്കെ തന്നെയായാലും ഒരാഴ്ചക്കുള്ളിൽ അവളിങ്ങ് എത്തുമല്ലോ. എനിക്ക് ടെൻഷനൊന്നുമില്ല നീ പോകുന്നതിൽ. അതുമാത്രമല്ല, ഇപ്പോൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ആകുന്നു, നല്ലതാണ്. അതെ, അന്നു മുതൽ അവൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ കിടക്കുന്നു തന്നെ വെറുപ്പായി. അതെ, എന്തിന്? കണ്ടില്ലേ, മറ്റൊരുത്തിയെ കണ്ടുവന്നപ്പോൾ തന്നെ പഴയതിന് മറന്നു. എന്നോടെന്താ പറഞ്ഞത്? രണ്ടുപേരെയും ഒരുപോലെ നോക്കും എന്നൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ തനിക്ക് നല്ല വിഷമകരമായ സംസാരമാണ് ലഭിച്ചത്. എങ്കിലും അവൾ പേടിച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. ഉമ്മുൽ ഖൈർ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ട് എൻ്റെ കൂടെ കിടക്കണ്ട. നിനക്ക് റൂം അവിടെയുണ്ട്. ഇനി മുതൽ നിൻ്റെ റൂം അതായിരിക്കും. ഇവിടെ എൻ്റെ ഹംദ ഉണ്ടാകും എൻ്റെ കൂടെ. എന്താ? ശരിക്കും നീചനായ ആ ഒരു അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അറപ്പും വെറുപ്പും തോന്നി അദ്ദേഹത്തോട്. അയ്യേ, എത്രമാത്രം മോശമായ വാക്കുകളാണ് എന്നോട് ഉപയോഗിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച ഒരു ഭാര്യ എന്ന പരിഗണന പോലും എനിക്ക് തരുന്നില്ലല്ലോ. ആ രാത്രിയിൽ അവൾക്ക് വിഷമമായിരുന്നു. അത് ഉമ്മുൽ ഖൈർ. അവൾ അവളുടെ ഭർത്താവിൻ്റെ അരികിൽ നിന്ന് മാറിക്കിടക്കുവാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അവൾ അല്പം അള്ളാഹുവിനെ ഭയമുള്ള പെണ്ണായിരുന്നു. ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വിട്ടുകിടക്കരുത്. ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ അവർ
നന്നാകുന്നവരെ അവരെ മലക്കുകൾ ശപിച്ചുകൊണ്ടേയിരിക്കും എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ അരികിൽ തന്നെ അവൾ കിടക്കുകയാണ്. അതെ, അള്ളാഹുവിൻ്റെ കോപം എനിക്കൊരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ ഭർത്താവ് അവളോട് പറയുന്നു, അല്ല, നീ എന്താ എഴുന്നേറ്റ് പോകാൻ ഭാവിച്ച് വീണ്ടും ഇവിടെ കിടന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ നിനക്ക് ഇവിടം വിട്ടു പോകാം. എനിക്കൊട്ടും നിർബന്ധമില്ല നീ ഇവിടെ തന്നെ കിടക്കണമെന്ന്. നിനക്ക് ആ റൂമിൽ ഒന്ന് ശീലാകുന്നത് നല്ലതല്ലേ? അതെ, തൻ്റെ ഭർത്താവ് തന്നെ അങ്ങേയറ്റം വെറുക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. അവൾ കണ്ണീരോടെ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൾ മറ്റേ റൂമിലേക്ക് കടന്നു ചെന്നു. അവിടെ പോയി പൊട്ടിക്കരഞ്ഞു പോയി. റബ്ബേ, ഒരിക്കൽ പോലും എൻ്റെ ഭർത്താവിനെ ഞാൻ വേർപെട്ട് ജീവിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ കിടന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ ശീലമായിക്കോട്ടെ എന്ന് പറഞ്ഞ് തന്നെ മാറ്റി കിടത്തുകയാണല്ലോ. അല്ലാ, സാരമില്ല. അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും ഹംദയെ ഒന്നുകൂടി കാണണം, ഒന്നുകൂടി ഹംദയെ കണ്ടേ മതിയാവും. അവളോട് കാര്യങ്ങളെല്ലാം ഒന്ന് പറയണം. ഹംദക്കും എന്നോട് എന്തൊക്കെയോ ഒരുപാട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കൽ പോലും ആ കുട്ടി അറിഞ്ഞിട്ടില്ല അവളെയാണ് എൻ്റെ ഭർത്താവ് വിവാഹം കഴിക്കുന്നുള്ളത് എന്നത്. ഒരു നിമിഷം അവൾക്ക് ഒരു ബുദ്ധി തോന്നി. അതെ, എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ഷക്കീല എന്ന സ്ത്രീയുടെ നമ്പർ എടുക്കുക, എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഹംദ മോളോടൊന്ന് എനിക്ക് സംസാരിക്കണം എന്ന് പറയുക. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ അവൾ കൊണ്ടുപോയി കൊടുക്കുമായിരിക്കും. തൽക്കാലം ആരും അറിയണ്ട. നേരിയതാ തൻ്റെ ഭർത്താവിൻ്റെ ഫോൺ എടുക്കുന്നു. ഭർത്താവ് ഫോൺ കൂടെയല്ലായിരുന്നു വെച്ചിരുന്നത്. അതിൽ നിന്ന് നമ്പർ പതുക്കെ അവളുടെ നമ്പറിലേക്ക് ആക്കി. ആ നിമിഷം തന്നെ അതാ വിളിക്കുന്നു. ഹലോ, ആ, ഇത് ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നല്ലോ. ആ, അവരാണ്. ഞാൻ ഉമ്മുൽ ഖൈർ. ഹംദയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതായത് എൻ്റെ അറബിക്ക് ചില ദുശ്ശീലങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഒന്ന് ക്ഷമിച്ച് നിൽക്കാനൊക്കെ. കാരണം അത് കുറച്ച് സമയത്തേ ഇതേ ഉണ്ടാവുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഉമ്മുൽ ഖൈർ ഇങ്ങനെ കോള് ചെയ്യുന്നത് ഒരിക്കൽ പോലും അവളുടെ ഭർത്താവ് അറിയുന്നില്ല. എന്നാൽ ഷക്കീല ഇത് കേട്ട് സന്തോഷിച്ചു. ഓഹോ, എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മോളെ ഹംദ, നേരെ ഹംദയുടെ അരികിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അവൾ ശരിക്കും ഒന്ന് ഭയന്നു. ആരാ? ഇതാ മോളെ, ആ മോളെ കാണാൻ വന്നവരാണ്. ഹലോ മോളെ ഹംദ, നീ വല്ലതും അറിഞ്ഞോ? ഇല്ല മോളെ, ഇന്ന് ഞങ്ങൾ വന്നത് നിന്നെ പെണ്ണ് കാണാനായിരുന്നു എന്നുള്ള കാര്യം മോൾക്കറിയോ? അതോ, അങ്ങനെയില്ലല്ലോ, അങ്ങനെ പറഞ്ഞില്ലല്ലോ മോളെ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നിന്നെ കാണാൻ ഇന്നൊരു സ്ത്രീയും പുരുഷനും വന്നല്ലോ. അത് നിന്റെ ഭർത്താവാകാൻ പോകുന്ന മനുഷ്യനാണ്. അദ്ദേഹം നിന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. പക്ഷേ നീ ഒരിക്കലും അത് എതിർക്കരുത്. എന്താണങ്ങ് പറയുന്നത്? എനിക്ക് എൻ്റെ അജ്മലുണ്ട്. എനിക്ക് എല്ലാത്തിനും എൻ്റെ അജ്മൽ ഉണ്ട്. അജ്മൽ മാത്രം മതി എനിക്ക്. മറ്റൊരാളെ എൻ്റെ ഭർത്താവായി കാണാൻ എനിക്ക് കഴിയില്ല. എന്നെ ചതിക്കുകയായിരുന്നില്ലേ എൻ്റെ ഉമ്മയും എളാമയും? അപ്പോൾ തന്നെ അവൾ ഫോൺ അവിടെ വെച്ചിട്ട് ഉമ്മയെയും ഉപ്പയുടെയും അരികിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു. മോൾ പോകല്ലേ, മോൾ ക്ഷമിക്ക്. എന്നാൽ അത് കേട്ട മാത്രയിൽ അവൾക്ക് ക്ഷമ നശിച്ചു. അവൾ നേരെ തൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് ബാബാ 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 അവൾ വിളിച്ചു. ഹംദ മോളാണല്ലോ വിളിക്കുന്നത്. ഷക്കീല ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവൾക്ക് ഒരു ഫോൺ വന്നിരുന്നു. ബാബാ, നിങ്ങളെല്ലാവരും ചതിക്കായിരുന്നില്ലേ? മോളെ, എന്താ നീ പറയുന്നത്? ചതിക്കായിരുന്നില്ലേ നിങ്ങൾ? എൻ്റെ കല്യാണം എന്നെ കാണാനായിരുന്നില്ലേ അവർ വന്നത്? മോളെ, അത് ചതിയാണോ? നിനക്ക് നല്ലൊരു ജീവിതം അയാളെ കൊണ്ടോ എനിക്ക് അയാളെയാണോ എൻ്റെ ഭർത്താവായി എൻ്റെ പിതാവ് എനിക്ക് തിരഞ്ഞെടുത്തത്? അവളുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അറബിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. എന്നാൽ ഷക്കീല അത് പറഞ്ഞു. മാനസിക രോഗിയായ ഭ്രാന്തായി നടക്കുന്ന ഒരു പെണ്ണിനെ പിന്നെ എന്ത് ചെയ്യണം? ചുറുചുറുക്കുള്ള സുന്ദരനായ ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ? നിനക്ക് ഭ്രാന്തായി ഓടുമ്പോൾ പിടിക്കാൻ കരുത്തുള്ള ഒരാൾ വേണ്ടേ?
തൻ്റെ രണ്ടാനമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം അറബിയോ ഞെട്ടി. ഷക്കീല, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മകളുടെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളി അല്ലേ? അദ്ദേഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ തെറ്റ്. എന്താണ് അദ്ദേഹത്തിനൊരു കുഴപ്പം? സ്വത്തില്ലേ, സൗന്ദര്യമില്ലേ, സ്വഭാവമില്ലേ, എല്ലാം ഉണ്ട്. പിന്നെന്താ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എതിര് പ്രവർത്തിക്കുന്നത്? ഹംദ, റൂമിൽ പോ. എളാമയുടെ കൽപ്പന. അവൾ ദയനീയമായി പൊട്ടിക്കരഞ്ഞു. അതെ, തന്നെ ഇവർ ഒരു ബലിയാടാക്കുകയാണ്. തന്നെ ഏതൊരു കിളവിനു വേണ്ടി വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഷക്കീല വിട്ടുകൊടുത്തില്ല. മാനസിക രോഗിയായ ഭ്രാന്തിയായ പെണ്ണ്. വിവാഹം കഴിക്കാൻ ആളുണ്ടോ? ഒരു കുട്ടി വരൂല നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ. നിങ്ങൾ വേണ്ടാത്തതിന് വെറുതെ നിൽക്കണ്ട. അയാൾക്കൊരു കുഴപ്പമില്ല. സംഭവം എല്ലാം ഉറപ്പിച്ചു പോയിട്ട് പെട്ടെന്നാണോ വാക്കുമാറാൻ പോകുന്നത്? അറബിയെ പൊതിരെ ചീത്ത പറയുകയാണ്. ഷക്കീല, നീ മിണ്ടരുത്. നീ എന്നെയും വഞ്ചിച്ചു കളഞ്ഞു. നീ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ പെങ്ങളാണെന്ന്. അത് ഭാര്യയാണല്ലേ? അറിഞ്ഞില്ല. അർബാവ്, നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ മകളൊരു മാനസിക രോഗിയാണ്. ഈ ഇരുട്ടൽ അറയിൽ കിടന്ന് ദയനീയമായവൾ മരിക്കണോ, അതോ അവിടെ സുഖസുന്ദരമായി ജീവിക്കണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ മകളെ ഞാൻ നോക്കിക്കോളും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതായിരുന്നു. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറ്റില്ല. ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരിക്കും. അവൾ പോകണമെങ്കിൽ പോയിക്കോട്ടെ, അയാളുടെ കൂടെ ജീവിച്ചിട്ടോ. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചില്ലേ? അതിനു മേലെയുണ്ടോ അത്? ഇത്രയും ചെറുപ്പമായ ഞാൻ ഈ പ്രായമായ നിങ്ങളുടെ കൂടെ എത്ര ജീവിച്ചെങ്കിൽ അവൾക്ക് എന്തുകൊണ്ടത് ആയിക്കൂടാ? അവൾക്ക് ചെറുപ്രായക്കാരെ മാത്രമേ പറ്റുള്ളൂ. അവൾക്ക് അതിൻ്റെ അസുഖമാണ്. അവിടെ ഒരുത്തനുണ്ടല്ലോ നോക്കി നിൽക്കുന്ന വായി നോക്കി, അവനെയാണ് അവൾ ലക്ഷ്യമിടുന്നത് അല്ലേ? നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാൽ ഈ ഒരു വിവാഹം മുടക്കാൻ ഞാൻ സമ്മതിക്കൂല. ഹംദ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. എന്നാൽ അതാ ഷക്കീലയുടെ ഫോണ് വീണ്ടും ബെല്ലടിക്കുന്നു. ഹംദയുടെ റൂമിൽ തന്നെയായിരുന്നു. ഹലോ, നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചതിക്കുകയാണല്ലേ? ഞാൻ അറിഞ്ഞില്ല. മോളെ ഹംദ, ഞാൻ നിന്നെ രക്ഷിക്കാം മോളെ. നീ ഒന്നും തൽക്കാലം പറയല്ലേ. തൽക്കാലം നീ ഒന്ന് സമ്മതം മൂളണം. സമ്മതം മൂടിയാൽ മതിയാവൂ. കാരണം നിനക്ക് കൂടി രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ രക്ഷിക്കണം. എന്നെ ചതിക്കരുത് പ്ലീസ്. എനിക്ക് എൻ്റെ അജ്മലുണ്ട്. അജ്മലിൻ്റെ കൂടെ മാത്രം എനിക്ക് ജീവിച്ചാൽ മതി. എൻ്റെ അജ്മലിനെ ഇപ്പോൾ കരുതിക്കുട്ടി പുറത്താക്കുകയാണ്. മോള് വിഷമിക്കണ്ട. മോൾക്ക് ഹെൽപ്പായിട്ട് ഞാൻ വരും. മോൾ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലൊന്ന് എത്തിക്കിട്ടണം. എന്നെ നിങ്ങൾ ചതിക്കുകയാണോ? അല്ല മോളെ, ഒരിക്കലും അല്ല. എൻ്റെ ഭർത്താവ് ആണ് നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എനിക്കത് സഹിച്ചില്ല. എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ വാക്കുണ്ട്, നിന്നെ മാത്രം മരിക്കുവോളം ഞാൻ സുഖസുന്ദരമായി നോക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറി. ഇപ്പോൾ അയാൾ ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകളുടെ പ്രായമല്ലല്ലോ, എന്തിനാണ്? അതിനെന്താ, 15 വയസ്സ് കഴിഞ്ഞ ആളുകളെ 60-70 വയസ്സുള്ളിൽ കെട്ടുന്നു എന്നാണ് മോളെ പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കൽ പോലും മോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഷക്കീലയുടെ പണിയാണത്. ഞങ്ങളെ ബന്ധുവാണ് ഷക്കീല ഫിത്തിനകൾ മാത്രമേ നിൽക്കുള്ളൂ. എൻ്റെ ഭർത്താവിന് എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഇതിങ്ങനെ ഇടയ്ക്കിടെ പറയും. അതേ, എൻ്റെ അറബിയുടെ ആദ്യ ഭാര്യയിലുള്ള മകളുണ്ട്, നല്ല സുന്ദരിയായ പെണ്ണാണ്, അങ്ങനെ എന്ന് പറച്ചിൽ തുടങ്ങിയിരിക്കണമെന്നോ ഇദ്ദേഹത്തെ കൊണ്ടൊന്ന് കെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ അറബി എന്നോട് പറയും, ഞാൻ ഒന്ന് കെട്ടിക്കോട്ടെ. ഞാൻ പറയും, അതിനെന്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് കാര്യത്തിലായത് പിന്നെയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഇപ്പം എന്നോട് പറയുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ സമ്മതം തന്നാണല്ലോ എന്നാണ് പറഞ്ഞത്. മോളെ എന്ത് ചെയ്യാം, എൻ്റെ വിധി. എൻ്റെ ഭർത്താവ് ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യുന്ന ആ ഷക്കീല എന്നുള്ള ആ ഇത്തയാണ് എല്ലാത്തിൻ്റെയും ബാക്കിൽ. എന്നോട് നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ച അദ്ദേഹം. മോളെ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കിടപ്പറ ബന്ധം വരെ ഞാൻ ഒഴിവാക്കി. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. മോള് സത്യം പറഞ്ഞാൽ ഹംദക്ക് അത് കേട്ടപ്പോൾ സങ്കടം തോന്നി. റബ്ബേ, ഒരു ഭാര്യയുള്ള ഒരുത്തനെ കൊണ്ടാണോ എന്നെ കെട്ടിപ്പിക്കുന്നത്? എൻ്റെ ബാപ്പ വല്ലാത്തൊരു, എൻ്റെ ഉപ്പയും ഉമ്മയും എളാമയും കൂടെ എല്ലാവരും എന്തിനാ ഞാനിവിടെ ജീവിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. എന്നാൽ ഈ സമയം അതാ അറബിയോട് ഷക്കീല സ്വകാര്യം ഓതുന്നു. അതെ, അജ്മലിനെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാം. ഇനി ഇവിടെ നിർത്തുന്നത് ശരിയല്ല. കാരണം ഒരു പക്ഷേ അവൻ എന്തെങ്കിലുമൊക്കെ
പറഞ്ഞു കൂടി അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി അവനിവിടെ നിർത്തുന്നത് ശരിയല്ല. ഷക്കീല, കുറച്ചുകൂടി അവനിവിടെ നിൽക്കട്ടെ. എന്തിന്? എനിക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ട്. അവനും ഇല്ലാഞ്ഞാൽ പറ്റുമോ? അവളുമായി ബന്ധമുണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങ് ഒഴിവാക്കാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാണാം. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അവൻ അത്രക്കാരനൊന്നല്ല, അത്ര മോശമൊന്നുമല്ല. നീ ആദ്യം അവനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പം ഞാനത് വിശ്വസിക്കുന്നില്ല. എന്നാൽ പിറ്റേന്ന് രാവിലെ അറബി അജ്മലിൻ്റെ അരികിൽ ചെന്നു. അജ്മൽ അജ്മൽ ശരിക്കും പറഞ്ഞാൽ അജ്മൽ വല്ലാത്ത വിഷമത്തിലായിരുന്നു. അർബ. അജ്മൽ, ഹംദിയുടെ വിവാഹക്കാരിക്ക് നീ അറിഞ്ഞല്ലോ അല്ലേ? അവളെ കാണാൻ വന്നിട്ട് ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. ഒരു നിമിഷം അജ്മൽ വിചാരിച്ചു, അവൾ എന്തുകൊണ്ട് എതിർത്തില്ല? അതവളെന്ത് എതിർക്കാതിരുന്നത്? അവൾ ഒരിക്കൽ പോലും അത് എതിർത്തില്ലേ? ഞാൻ അത്രക്കും അവളെ സ്നേഹിച്ചിട്ടും അവൾ എന്തുകൊണ്ടത് എതിർത്തില്ല? അജ്മലിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. അതോ അറബിയെ കണ്ടപ്പോൾ എന്നെ അങ്ങ് മറന്നു പോയോ അവൾ? അവൾ അങ്ങനെ ചെയ്യില്ലല്ലോ. ഹംദയുമായിട്ട് ഒന്ന് സംസാരിക്കണം. അന്ന് എന്തോ ഒരു കാര്യത്തിന് അതാ ഹംദയുടെ അരികിലേക്ക് പോയ അവൻ. ഹംദ, ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ നീ. അജ്മൽ, അവൾ കരയുകയായിരുന്നു. എന്നോടൊരു വാക്ക് പറയാതെയാണോ നീ വിവാഹത്തിന് സമ്മതം മൂളിയത്? അജ്മൽ, ഞാൻ അറിഞ്ഞില്ല. എല്ലാം ചതിയായിരുന്നു, എല്ലാം ചതിയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല അജ്മൽ. ഹംദ, വൈകാതെ എന്നെ ഇവിടുന്ന് പുറത്താക്കും. പക്ഷേ എൻ്റെ ഇടനെഞ്ചിൽ നീയുണ്ട്, അത് മറക്കരുത്. പൊയ്ക്കോ, ജീവിച്ചോ അറബിയുടെ കൂടെ. പക്ഷേ ദുനിയാവിലൊരു പെണ്ണുണ്ടെങ്കിൽ അതെൻ്റെ ഹംദാണ്. ഹംദ മാത്രമാണ്. മറ്റൊരു പെണ്ണെ ഹൃദയത്തിലേക്ക് അടക്കില്ല. അത് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ടാണ് അജ്മൽ ഇറങ്ങിപ്പോയത്. അത് അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു. പക്ഷേ ഹംദ, നീ എന്തിനു സമ്മതിച്ചു എന്നതായിരുന്നു അവൻ്റെ വിഷമം. എന്നാൽ ചതിയായിരുന്നു എന്നതറിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു, എന്തിനാ റബ്ബേ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ആയിക്കോട്ടെ, അവൾ ജീവിച്ചോട്ടെ, ഞാനല്ലേ വിഷമിക്കുക, വേദനിക്കുക. അവൻ വിതുമ്പിക്കരഞ്ഞു. എന്നാൽ ഹംദയുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവൾക്ക് അജ്മലിനോടൊന്ന് സംസാരിക്കണം. വ്യക്തമായി അതെ, ഒരുപക്ഷെ അജ്മൽ എന്നെക്കൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഒരു അറബിയെ കണ്ടപ്പോഴേക്കും അതിന് സമ്മതിച്ചെന്ന്. ഇല്ല അജ്മൽ, ഒരിക്കലും ഇല്ല. പക്ഷേ അറബിയുടെ ഭാര്യ ആ ഉമ്മുൽ ഖൈർ പറഞ്ഞ ആ വാക്കുകൾ, അതിലെന്തൊക്കെയോ ഉണ്ട്. അവർ പറഞ്ഞത്, മോളെ നീ സമ്മതം കൊടുത്തോ, നീ ഇങ്ങോട്ട് പോര് എന്നാണ്. എന്തായിരിക്കും അതിനർത്ഥം? അജ്മലിനെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാൻ? എന്നാൽ ആ നിമിഷം അതാ അജ്മലിനോട് അറബി വിളിച്ചു പറയുന്നു, അജ്മൽ, ഏകദേശം ഹംദയുടെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ പൂർത്തിയായല്ലോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് വേണമെങ്കിൽ പോകാം, അതല്ല ഇവിടെ ജോലിക്ക് നിൽക്കണമെങ്കിൽ നിൽക്കാം. ഈ രണ്ട് ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്. അതായത് പക്ഷെ ഒരിക്കൽ പോലും ഹംദയെ ശല്യപ്പെടുത്തുകയോ അവളെ ഒന്ന് കാണാൻ ശ്രമിക്കുകയോ അവളോട് എന്തെങ്കിലും പറയുകയോ അരുത്. എന്താ? അല്ലാതെ നിനക്ക് ജോലിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. ആ ഒരു വാക്ക് കേട്ട് അജ്മൽ എന്ത് ചെയ്യണമെന്നായിപ്പോയി. എന്തിനു റബ്ബേ, അവളെ കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ അവളില്ലാതെ. അജ്മൽ, കേട്ടല്ലോ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അർബ. അറബി അമർത്തിയൊന്ന് മൂളി അകത്തേക്ക് കയറി. എന്നാൽ ഷക്കീല വീണ്ടും വീണ്ടും അജ്മലിനെ പറഞ്ഞേക്കട്ടോ, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ഇവിടെ. അങ്ങനെയൊന്നുമില്ല, അവൻ പ്രശ്നക്കാരനല്ല. അവന് കൂടി പോയാൽ പിന്നെ എനിക്ക് എൻ്റെ ഡ്രൈവറായിട്ടൊക്കെ ആരാ ഉള്ളത്? എനിക്ക് എപ്പോഴും ഇതിങ്ങനെ. പിന്നെ മകളുടെ കല്യാണത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിനും അവനുണ്ടാകുമ്പോൾ അവൻ ഉഷാറായിരിക്കും എല്ലാ കാര്യത്തിനും. അല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാ ഇതൊക്കെ? അതിനൊക്കെ ആളുകൾ ഉണ്ടാവൂലേ? അതിനൊക്കെ ആളുകളെയാണ് കിട്ടാത്തത്. അവനെ ഇവിടുന്ന് പറഞ്ഞേക്കണം. അറബിച്ചിയുടെ ആ ഒരു വാക്ക് കേട്ട് അറബിക്ക് ദേഷ്യം വരികയാണ്. ഷക്കീല, നീ ഒന്നും മിണ്ടാതിരിക്കുവോ? എല്ലാം നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ നിന്ന് കഴിഞ്ഞു. എൻ്റെ പൊന്നുമോളെ ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ടാണ് വിവാഹം കഴിപ്പിക്കുന്നത്. അതുപോലെ നീ എന്നെ മറച്ചു വെച്ച് പറഞ്ഞു. ഇപ്പോൾ അർബ, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ മോളൊരിക്കലും കഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. പാവം അജ്മൽ. അവളെ മാത്രം വിചാരിച്ച് അങ്ങോട്ട് വന്ന അജ്മൽ അവളുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അസുഖമെല്ലാം ഭേദമായപ്പോൾ അവനെ പുറത്താക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്.
അജ്മൽ അതെല്ലാം തരണം ചെയ്യുമോ? നമ്മുടെ ഹംദയുടെ ജീവിതം എന്തായിത്തീരും? അറബിയുടെ ഭാര്യയായി ഹംദ കഴിയേണ്ടി വരുമോ? അതോ അജ്മലിന് ഹംദയെ കിട്ടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.